ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കപ്പയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞാലും നമ്മളെ കപ്പ ബിരിയാണി കാണും അല്ലേ മക്കളെ? അപ്പോൾ നമ്മുടെ മക്കൾക്കും നമുക്കും ഒക്കെ കപ്പ ബിരിയാണി എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കഴിച്ച് നോക്കാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മളൊരു 4 കിലോ കപ്പ അതേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനോടൊപ്പം ബീഫ് കിട്ടിയിട്ടുണ്ട്, ഒരു 2 കിലോ ബീഫും ഉണ്ട്. അത് ചേർത്തിട്ടാണ് നമ്മളിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അത്രയും ഫേമസ് അല്ല, എവിടെയെങ്കിലും അത്രയും കപ്പ ബിരിയാണി അങ്ങനെ ഇല്ല. ഞാൻ പലർക്കും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കാണുന്നുണ്ട്, യൂട്യൂബിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. നമ്മുടെ ഫിറോസിക്കയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫിറോസിക്ക നമ്മൾ ഒരുപാട് നാളായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പുള്ളിയുടെ ഒരു ആരാധകനാണ് നമ്മളപ്പം. കണ്ടപ്പോൾ നമുക്കും ഒരാഗ്രഹം, നമ്മുടെ വ്യൂവേഴ്സിനും കൂടി ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കി കാണിച്ചാലെന്തെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മളിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കല്ലറയുടെ കലവറ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം അല്ലേ? ആദ്യം കപ്പ ഇതുപോലെ കൊത്തി ഇടുക. നമ്മളിവിടെ ഇങ്ങനെ കൊത്തി ഇടുക എന്നാണ് ഇതിനെ പറയുന്നത്. ഇങ്ങനെ കൊത്തി ഇടുക, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ മധ്യത്തുള്ള ഈ നാര് ഭാഗം നമുക്ക് കളയാനും പറ്റും. ഇതുപോലെ കൊത്തി എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കളയാനും പറ്റും. നമുക്കതിനൊരു 1-2 വെള്ളം നല്ലതുപോലെ കഴുകിയെടുക്കണം. അപ്പം മണ്ണിൻ്റെയൊക്കെ ചെറിയ അംശങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് പോയി കിട്ടും. അപ്പം നല്ലതുപോലെ 1-2 വെള്ളം നല്ലതുപോലെ കഴുകിയെടുക്കുക. അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു. വെള്ളം നമ്മൾ കപ്പ വേവിക്കുമ്പോൾ നമ്മൾ സാധാ വയ്ക്കുന്ന കണക്കിന് വെള്ളം, കപ്പ പുഴുങ്ങാനാണ് നമ്മൾ വയ്ക്കുന്നത്. അത് നിറക്കെ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കണം. കപ്പ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം വയ്ക്കാം. ആവശ്യമായ ഉപ്പ് കൂടെ ഇപ്പോഴേ അങ്ങ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ്, അതുപോലെ തന്നെ നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കപ്പയ്ക്കൊരു നിറവൊക്കെ കിട്ടും. അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയാൽ കിട്ടും. മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വരട്ടെ. ഏകദേശമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ആ കിഴങ്ങിലൊക്കെ ആ മഞ്ഞളിൻ്റെ നിറമൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവുന്ന കപ്പയാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. അതിലിരുന്ന് വെള്ളം തുറന്ന് വരട്ടെ. കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ബീഫ് റെഡിയാക്കി എടുക്കാനുള്ളതാണ്. ബീഫ് നമ്മൾ വലിയ പാത്രമാണ് വയ്ക്കുന്നത്, കുറച്ചേ ഉള്ളൂ. അങ്ങനെ കാര്യം നമ്മുടെ കപ്പ ബിരിയാണി മൊത്തത്തിൽ നമ്മൾ ഇതിലാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രം മാറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വലിയ ഉള്ളിയാണ് വെച്ചിരിക്കുന്നത്. പാത്രമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരട്ടെ. നല്ല തീയുണ്ട്. നമ്മൾ നേരത്തെ കപ്പ വേവിച്ചതിൻ്റെ തീ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് വയ്ക്കുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ മതിയാവും. എണ്ണ ഏകദേശം ഇടാം. നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കാം. നമ്മളിത് അവസാനം കടു വറുക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും പെരിഞ്ചീരകം ഇടാം. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് സവാളയും എടുത്തോനെ. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് കരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇവിടെ ചൂരിട്ടെ. ഇനി നമുക്ക് സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരിഞ്ഞതാണ്. അപ്പം ബീഫായതുകൊണ്ട് ബീഫിന് ചെറിയ ഉള്ളി ഉണ്ടെങ്കിലേ ബീഫിനൊരു സുഖം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സവാള കൂടെ ചേർത്ത്, സവാളയും കൊച്ചുള്ളി. നമ്മൾ കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ ബീഫിന് ആവശ്യമായ ഉപ്പ് ഇപ്പോഴേ അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ഇപ്പോഴേ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നമ്മൾ പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് അതുകൂടെ ഇട്ട് കൊടുക്കാം.
നല്ല മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. മിക്കവാറും നമ്മൾ പാത്രത്തോടുകൂടി വീട്ടിനകത്ത് കൊണ്ട് വെച്ചിട്ട് വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തക്കാളിക്ക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി കൂടെ ഇട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ബീഫ് നമ്മൾ കുക്കറിലും വേവിച്ചല്ല ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റു പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പൊടിയൊന്നും ചേർക്കുന്നില്ല. നമുക്കിനി നേരിട്ട് ബീഫ് ചേർത്ത് വേവിച്ചെടുക്കാം. ബീഫ് കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഈ കോട്ടയം സൈഡിലൊക്കെ നമ്മൾ കണ്ട ഇതിലൊക്കെ എല്ലും കപ്പ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലൊന്നും ഒരുപാടില്ല. ഇത് നമ്മുടെ സാധാ വാങ്ങുന്ന ബീഫാണ്, ഇറച്ചി ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഒന്ന് വേവണം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്, വെള്ളം ആവശ്യം വരും. അപ്പോൾ ഇതിൽ നിന്ന് ബീഫിൽ നിന്ന് ഊറാനുള്ള വെള്ളം നമ്മൾ ചെറിയ ചൂടടിക്കുമ്പോഴത്തേക്കും തന്നെ വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം ചെറിയ തീയിലൊന്ന് അടച്ച് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി വരും. അപ്പം അടപ്പൊക്കെ തുറന്ന് നോക്കാം. അതാണ് ബീഫിലുള്ള വെള്ളമൊക്കെ ഊറിയിട്ടുണ്ട്. ബീഫിലുള്ള മാക്സിമം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഒരു 2-2.5 സ്പൂണൊക്കെ പോകും. കാശ്മീരി ചില്ലിയാണ്, എരി കുറവായതുകൊണ്ട് കുഴപ്പമില്ല, നല്ല കളറും കിട്ടും. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 2 സ്പൂണിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഈ പൊടികൾ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ഇടാം. ഗരം മസാലയാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന പൊടിയാണല്ലോ. ഗരം മസാല, മീറ്റ് മസാല പുറത്തുനിന്ന് വാങ്ങിയല്ല, അത് തന്നെ. ഇനി നമുക്കൊരല്പം ഉലുവാപ്പൊടി കൂടി ഇടാം. ഉലുവാപ്പൊടി, കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മൾ അവസാനം കുറച്ച് ചേർക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഈ ബീഫിന് ആവശ്യമായിട്ട് നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഇത് പിടിച്ചൊന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ഒരല്പം വെള്ളം, അതായത് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, തിളച്ച വെള്ളം വെക്കണം. കാരണം അല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. അപ്പോഴേ നമ്മൾ പൊടികളെല്ലാം ഒന്ന് ചൂടായി വരും. അപ്പോൾ നമ്മൾ ചേർത്ത പൊടികളെല്ലാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. എന്താണ് ഇതുപോലെ റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബീഫ് വേവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടാക്കിയ വെള്ളമുണ്ട്, നല്ലതുപോലെ തിളച്ച വെള്ളമാണ്. ആ വെള്ളം നമുക്ക് ബീഫ് വേവുന്നതിന് ആവശ്യമായ വെള്ളം കൊടുക്കും. ഒരല്പം കൂടെ ഒഴിക്കാം. ഇതിൽ കിടന്ന് നല്ലതുപോലെ ബീഫ് വെന്ത് വരട്ടെ. അപ്പോൾ അതൊരു ചെറിയ തീയിൽ ഇത് കിടന്ന് വെന്ത് വരും. വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് കപ്പ ബിരിയാണിയുടെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണി വയ്ക്കുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തിടക്കാം, അതുപോലെ തന്നെ സവാള വറുത്തിടക്കാം, അതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം ഇതിൽ കപ്പ ബിരിയാണിയിൽ വ്യത്യസ്തമാണ്. നമ്മൾ അറിയാൻ കഴിഞ്ഞതിൽ നമ്മൾ തേങ്ങ വറുത്താനിടുന്നത്. തേങ്ങ നമ്മൾ തിരികിയ തേങ്ങ നമ്മൾ കറിക്കൊക്കെ വറുക്കുന്ന പോലെ വറുത്തെടുത്ത് ആ തേങ്ങയുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ കൊത്ത്, അല്ലെങ്കിൽ ഉണക്ക തേങ്ങയാണെങ്കിൽ അത് നമ്മളിപ്പോൾ ഉണക്ക തേങ്ങയാണ് വറുക്കാൻ പോകുന്നത്. അവിടെയൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കി വയ്ക്കും. അപ്പോഴത്തേക്ക് ബീഫും വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ ദം ചെയ്യാൻ പോകണം. അതായത് നമുക്ക് ഈ ബീഫിലൊക്കെ ആദ്യം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ അടിയിൽ ആദ്യം ഇട്ട് കൊടുക്കും. നല്ല കറിവേപ്പിലയും കൂടെ നമുക്ക്
ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് തയ്യാർ ചെയ്തിരുന്ന കപ്പ അല്ല മഞ്ഞളൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടിരിക്കണം. നമുക്ക് കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ദമ്മിടാം. തേങ്ങ അതുപോലെ നല്ലതുപോലെ വറുത്ത തേങ്ങയുണ്ട്. തേങ്ങ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് അരിഞ്ഞെടുത്ത തേങ്ങയാണ്. ഇനി നമ്മൾ തിരുകിയ തേങ്ങ വറുത്തതുണ്ട്. ആ തേങ്ങ വറുത്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. നമ്മൾ ഒരു തേങ്ങയോളം ഉണ്ടത് വറുത്തെടുത്ത തേങ്ങയാണ്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി, ഒരൽപ്പം ഗരം മസാലപ്പൊടി, ഒരുപാട് വേണ്ട. നമ്മൾ ഇതിൽ ചേർത്തിട്ട് ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട്, ബീഫിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരൽപ്പം മാത്രം മതി. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടെ വിതറി കൊടുക്കാം. ഓക്കെ, ഇനി ഒരല്പസമയം നമുക്കിതിനകത്ത് ചെറിയ തീയിൽ അടച്ചിട്ടേക്കാം. നമ്മൾ ഇല വെച്ചാണ് അടയ്ക്കാൻ പോകുന്നത്. നമുക്ക് നമുക്കിതിൻ്റെ ലാസ്റ്റ് ഒരു പരിപാടിയുണ്ട്. നമ്മളിത് ഇളക്കുന്ന സമയത്തേക്ക് നമ്മൾ നല്ലതുപോലെ നാടൻ രീതിയിൽ കടുക് വറുക്കും. കടുക് വറുത്ത് ഇതിൻ്റെ മുകളിൽ താളിച്ച് നമുക്കെടുക്കാം. ഇത് നമ്മൾ തീ അണയ്ക്കുന്നില്ല, നമ്മൾ ചെറിയ തീയിൽ ഇതിവിടെ ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഒരു 10-15 മിനിറ്റായി. ഇനി നമ്മളെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ല. ഇതിനകത്ത് എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് വലിച്ച് പൊളിച്ചൊക്കെ നോക്കാം ഇതിനകത്ത് എന്താണെന്ന്. എന്താ മണം, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുവറുപ്പുണ്ട്. നമ്മൾ നാടൻ രീതിയിൽ കടുവറുപ്പ്. നമ്മൾ ആദ്യം ഇതിൽ കടുവറുപ്പ് പെരിഞ്ചീരകമല്ലേ ആയിരിക്കും. ഇതിൽ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത്, അതുപോലെ കടുക്, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം നമ്മൾ ഇതിലിരിക്കുന്നത്. ഈ കടുവറുപ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് എങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് മറച്ചു കൊടുക്കാം. ബീഫെല്ലാം വെന്ത് നല്ല പാകത്തിനായി കപ്പയായിട്ടൊന്ന് മിക്സായി വരികയാണ്. നമ്മുടെ ആദ്യത്തെ ഒരു പരിപാടിയാണ്. പിന്നെ ടേസ്റ്റി ആയിരിക്കും. ആ മണം അനുസരിച്ചാണെങ്കിൽ കിടിലൻ ടേസ്റ്റ് ആവാനാണ് സാധ്യത. ഓരോരുത്തർ ചെയ്യുമ്പോഴും നമ്മളത് കണ്ട് വെള്ളമിറക്കുന്നത് മാത്രമല്ല, നമ്മൾ ചെയ്ത് കൂടെ നോക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് നമ്മളുടെ അറിയണ്ടോ. ഓക്കെ, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കിട്ടിയ കപ്പയൊക്കെ നല്ല പാകപ്പെട്ട കപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതൊരു അറിയാനുമുണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ഡ്രൈ ഐറ്റമാണ്. ഇതാ ഇതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ കാണുമ്പോൾ തന്നെ അങ്ങ് കഴിക്കാനായിട്ടങ്ങ് തോന്നുക. ഇനിയിപ്പോൾ ഒരുപാടൊന്നും ക്ഷമിക്കാനുള്ള ക്ഷമയൊന്നും നമുക്കില്ല. ഇനി ഇത് കഴിക്കാനുള്ള ഭാഗം നമ്മളെല്ലാവരും കൂടെ. ഓക്കെ, കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞ സവാള കൂടെ ഉണ്ട്. ആ സവാള കൂടെ അതിലേക്ക് വിതറി ഒരല്പം മല്ലിയില കൂടെ ബാക്കിയിരുമുണ്ട്. ആ മല്ലിയില കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കിട്ട് അപ്പോൾ ഇനി നമുക്ക് കപ്പ ബിരിയാണി കഴിക്കാം. അപ്പോൾ കപ്പ ബിരിയാണി ആയാലും നമുക്ക് കഴിച്ച് നോക്കാനായിട്ട് ഇവിടെ ടീം ഇവിടെ റെഡിയാണ്. നമ്മുടെ സ്ഥിരം ടീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാ അങ്ങനെ വെറുതെ അല്ല. ഇനി ആരും മണ്ടയിൽ ഇനി വാ, ചെറിയൊരു ഡെക്കറേഷൻ കൂടെ ഉണ്ട്. കേട്ടോ, കുറച്ച് സവാള കൂടെ. അടുത്ത ആൾ വരണം. അപ്പോൾ എന്നും ആദ്യലക്ഷ്മിക്കാണ് കൊടുക്കണമെന്ന് അബീര പരാതി അങ്ങ് തരുന്നത്. ഇന്ന് ആദ്യമേ അഭിനന്ദനാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ വെച്ചിട്ടുണ്ട്. അതിലും കൂടെ ഒരല്പം ഡെക്കറേഷൻ സവാള പോട്ടെ. ഇനി നമ്മുടെ സോമേണ്ണ ഉണ്ട്.
സോമണ്ണൻ ഒക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അല്ലേ അണ്ണ? നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നു, നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം കൂടെ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാനും കൂടെ എടുക്കാം അല്ലേ? കഴിച്ചോളി. ഇതാ വരുന്നു, ഞാനും വരുന്നുണ്ട് കഴിക്കാൻ. ഇതാ കപ്പ ബിരിയാണി. ഇതാ ഇവിടെ ഒരല്പം സവാളയൊക്കെ ഇങ്ങനെ ഒന്ന് വിതറി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചോ, കൊള്ളാൻ നോക്കിയാണ് കഴിച്ചോ. തുടങ്ങിയില്ല. അങ്ങനെ ഉണ്ടെണ്ണ കൊള്ളാം. നമ്മള് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അല്ലേ? നമ്മളെ ഈ നാട്ടിലൊന്നും അങ്ങനെ കപ്പ ബിരിയാണി ഇല്ല. കപ്പ ബിരിയാണി നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, ആദ്യമായിട്ട് കഴിക്കുന്നത്. എന്തായാലും സംഗതി കൊള്ളാം. ഈ കോട്ടയം സൈഡിലൊക്കെയാണ് ഇത് കൂടുതലുണ്ടെന്ന് പറയുന്നത്. അച്ചായന്മാര ഇന്നയുടെ ഏരിയയിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഏറ്റവും നല്ലൊരു വിഭവം ആയിരിക്കണം ഇത്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കപ്പയും ബീഫും ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് വേവിച്ച് നോക്കണം. ഒരു വ്യത്യസ്തമായ ഒരു രുചി തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ഓക്കെ, ബൈ ബൈ.